10 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും കേരളത്തെ ബാർക്കോഴ വിവാദം പിടിച്ചുകൊടുക്കുകയാണ്. ഒരു ബാർ ഹോട്ടൽ ഉടമ 2.5 ലക്ഷം വെച്ച് പിരിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെടുന്ന ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നത്. 1-ാം തീയതി ഡ്രൈ ഡേ ഒഴിവാക്കാനാണ് ഇതെന്ന് ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. അങ്ങനെ ഒരു നയം സർക്കാർ ചർച്ച ചെയ്തിട്ടേയില്ലെന്ന് പറയുന്നു എക്സൈസ് മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നടന്നത് പണപ്പിരിവിനുള്ള ശ്രമമാണോ അതോ അഴിമതിക്കുള്ള ശ്രമമാണോ? സ്വാഗതം. സ്പെഷ്യലിസ്റ്റിലേക്ക് നമ്മളൊപ്പം അതിഥികളായി CPM വക്താവ് LG ലിജീഷ്, കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ, മാധ്യമപ്രവർത്തകൻ K ഷാജി എന്നിവർ. ആദ്യം ജിൻഡോയിലേക്ക്. ജിൻഡോ, ഇങ്ങനൊരു ശബ്ദ സന്ദേശം പുറത്തു വന്ന ഉടൻ തന്നെ ഇത് 25 കോടിയുടെ അഴിമതിയാണെന്ന് ആരോപിക്കുകയാണ് VD സതീശൻ. ഇത് ഒരു അഴിമതി, ഇങ്ങനൊരു മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്ന് എക്സൈസ് മന്ത്രി പറയുന്നു. ഇപ്പോൾ ജിൻഡോയ്ക്ക് ഓർമ്മയുണ്ടാകും, 2014 UDF സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ബാർ കോഴ കേസ് ഉണ്ടാവാൻ തന്നെ കാരണം ആ സമയത്ത് ബാറുകൾ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ബാറുകൾ തുറക്കാൻ വേണ്ടിയാണ് പണം കൊടുത്തത് എന്നൊരു ന്യായമായ ആരോപണം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാം. പക്ഷേ ഇവിടെ ഒരു മദ്യനയം ചർച്ചയെ ചെയ്തിട്ടില്ല എന്ന് സർക്കാർ പറയുന്നു. അങ്ങനെ ഒരു പേപ്പറെ സർക്കാരിന് മുമ്പിലില്ല. പിന്നെ ഈ പണപ്പിരിവ് അഴിമതിയാണെന്ന് നിങ്ങൾ പറയാൻ കാരണം എന്താ? അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജിംസേ, ഈ UDF സർക്കാരിൻ്റെ കാലത്ത് 1 കോടി രൂപയുടെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട്, അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നിയമസഭ അടക്കം തല്ലി തകർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കടന്നുപോയ ഒരു പാർട്ടിയും മുന്നണിയുമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അവർ അന്ന് UDF സർക്കാരിൻ്റെ കാലത്ത് ബാറുകൾ അടച്ചുപൂട്ടി എന്ന് മാത്രമല്ല, ഈ അഴിമതി ആരോപണമൊക്കെ വന്നതിന് ശേഷം ബാറുകൾ തുറന്നു കൊടുത്തില്ല. പക്ഷെ മദ്യവിമുക്തമായ ഗിനാചേരിയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നതെന്ന് KPSC ലളിതയെ കൊണ്ടും ഇന്നസെന്റിനെ കൊണ്ടൊക്കെ പരസ്യം ചെയ്ത് വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്ന സർക്കാർ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ കൊടുക്കുന്ന 669 ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നു. അതിനുശേഷം 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം 130 ബാറുകൾക്ക് വീണ്ടും കൊടുക്കുന്നു. അപ്പോൾ മദ്യവിമുക്തമാണ്, ഘട്ടം ഘട്ടമായിട്ടുള്ള മദ്യവർജനമാണ് ഞങ്ങളുടെ നയമെന്നൊക്കെ പലവട്ടം പറഞ്ഞിട്ടുള്ള പിണറായി വിജയൻ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ സംസ്ഥാനം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആക്ഷേപം വരുന്നത്. ഇവിടെ ഇടുക്കി ജില്ലയുടെ ഈ ബാർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ്റെ ശബ്ദ സന്ദേശമാണല്ലോ നമ്മുടെ മുൻപിലൊക്കെ കിട്ടിയിരിക്കുന്നത്. അവർ അത് പിന്നീട് തള്ളിപ്പറയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കില്ല. ഈ 800ഓളം ബാറുകൾ 2.5 ലക്ഷം രൂപ വെച്ച് പിരിച്ചു കൊടുത്താൽ ഇങ്ങനെ നടക്കും എന്നുള്ളത്, ഇത് ഏതാനും ചില ബാറുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, ബാക്കിയുള്ളവർ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇത് കുറേ ദിവസം മുമ്പ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്, സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളോ ഇത് ചർച്ച ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നതെങ്കിലും സർക്കാർ ചെയ്യാൻ പോകുന്ന പോളിസി എങ്ങനെയാണ് ബാർ ഉടമകൾ നേരത്തെ കൂട്ടി അറിയുന്നത്, അതിന്റെ പേരിൽ ഫണ്ട് പിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടക്കണം, സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം. അത് മാത്രം പോരാ, അതിന് ഉത്തരവാദിത്തം പറയേണ്ടത് മന്ത്രി കൂടിയാണ്. കാരണം പണ്ട് KM മണി അടക്കമുള്ള ആളുകൾ ഉത്തരവാദിത്തം പറയണം, അവിടെ നോട്ടെണ്ണുന്ന മെഷീൻ ഉണ്ട് എന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപയുടെ ആരോപണത്തിൽ, 1 കോടി രൂപയുടെ ആരോപണത്തിൽ നോട്ടെണ്ണുന്ന മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് ആ നോട്ടെണ്ണുന്ന മെഷീൻ KM മണിയുടെ മകൻ ആ മുന്നണിയിലേക്ക് ചെന്നപ്പോൾ ആ മെഷീനും കൊണ്ടാണോ ചെന്നത് എന്ന് കൂടി ഇവർ പറയണം. UDFന്റെ കാലത്ത് ഇതൊക്കെ പറഞ്ഞപ്പോൾ UDFുകാർ അന്നും ഇന്നും KM മണി സാറിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു പറയുമ്പോൾ, പക്ഷേ ഇവർ അന്ന് പറഞ്ഞ നോട്ടെണ്ണുന്ന മെഷീൻ ഇന്ന് MB രാജേഷ് ആണോ കൊണ്ടു നടക്കുന്നതെന്നുള്ള മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അല്ല ജിൻഡോ, KM മാണിയുടെ കാലത്ത് അവർ പണം കൈമാറി എന്നായിരുന്നു ആരോപണം. KM മാണിക്ക് പണം കൊടുത്തു, K ബാബുവിന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അവർ കൈമാറി, പണം കൊടുത്തു എന്നായിരുന്നു ആരോപണം. അത് പണം കൊടുത്തിട്ടും അവർ ഉദ്ദിഷ്ട കാര്യം നടപ്പായില്ല എന്നുള്ളതാണ് വിവരം പുറത്തു വരാനോ ആരോപണമാണുള്ള കാരണം. ഇവിടെ ഇങ്ങനൊരു പോളിസി ഇല്ല, പോളിസി വരും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് കുറേ പേർ പണം പിരിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു ക്രൈം നടന്നിട്ടില്ല. അല്ല ജിംസേ, KM മണിയുടെ കാലത്ത് പണം വാങ്ങി അത് നടത്തിയില്ല എന്നാണ് ബാർ ഉടമകൾ അടക്കം പറയുന്നതല്ലോ. അതിന്റെ അർത്ഥം എന്താ? ബാർ ഉടമകളുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടുള്ളൊരു നയമല്ല അന്നത്തെ UDF സർക്കാർ നടപ്പാക്കിയത് എന്ന് തന്നെയല്ലേ? ബാർ ഉടമകളുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചല്ല അന്നത്തെ UDF സർക്കാരിന്റെ നയങ്ങൾ ഉണ്ടായിരുന്നത്. ബാർ ഉടമകൾ നേരത്തെ കൂട്ടി അത്തരം നയങ്ങൾ അറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല, അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യവും അന്നും ഉണ്ടായിട്ടില്ല. ബാക്കിയെല്ലാം ബാർ ഉടമകളുടെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് KM മണി അടക്കമുള്ള ആളുകൾക്കെതിരെ ഉന്നയിച്ച ആക്ഷേപങ്ങളാണ്. അതിന്റെ മറ്റു ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ വന്നിരിക്കുന്ന ആക്ഷേപം എന്താ? സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന നയം, പ്രഖ്യാപിക്കാൻ പോകുന്ന നയത്തിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, സംസ്ഥാന പ്രസിഡന്റിന്റെ അടക്കം ഉറപ്പുണ്ട്, അതിന്റെ പേരിൽ നമ്മൾ പണം പിരിച്ച് എത്രയും പെട്ടെന്ന് കൊടുത്താൽ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, പെരുമാറ്റച്ചട്ടം മാറിയാൽ ഉടനടി അത് ഉണ്ടാകും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഓൾറെഡി ചില ബാറുകളൊക്കെ പണം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് ഇടുക്കി ജില്ലയിലെ മാത്രം കാര്യമാണ്. കേരളത്തിലെ മറ്റ് 13 ജില്ലകളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുകൂടി അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടക്കുമ്പോൾ മന്ത്രി മാറി നിന്ന് അന്വേഷണം നടത്തുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. കാരണം
കാരണം സീസറിന്റെ ഭാര്യ അടക്കമുള്ള ആളുകൾ സംശയത്തിന് അതീതരായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് നടന്നിട്ടുണ്ടല്ലോ. ഇന്നും ഉണ്ട് സീസർ, ഇന്നും സീസറിന്റെ ഭാര്യമാരും മറ്റു ബന്ധുക്കളും ഒക്കെ സംശയത്തിന് അതീതമായിരിക്കണമല്ലോ. കേരളത്തിൽ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ അധികാരം മാറാൻ പാടില്ലല്ലോ. ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പണപ്പിരിവിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് DGPയോട് എക്സൈസ് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പണം പിരിച്ചിട്ടേ ഉള്ളൂ, മന്ത്രിക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ സർക്കാരിനോ കൈമാറിയിട്ടില്ലെങ്കിൽ അവിടെ ഒരു ക്രൈമില്ല. പണപ്പിരിവിനെ കുറിച്ചല്ലേ സർക്കാരിനെ അന്വേഷിക്കാൻ പറ്റും. അല്ല, അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ളൊരു നിർദ്ദേശമാണ്. കാരണം മന്ത്രി അത് അങ്ങനെ പറയുമ്പോൾ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആര് പറഞ്ഞിട്ടാണ് പണപ്പിരിവ് നടത്തിയിട്ടുള്ളത്? നേരത്തെ കൂട്ടി സർക്കാരിന്റെ നയങ്ങൾ എങ്ങനെയാണ് ഇവർ അറിയുന്നത്? അതുകൂടി പറയണ്ടേ? ഇവിടെ ഒരു ബജറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബജറ്റ് ഡോക്യുമെന്റ് ചോർന്നാൽ അത് ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ ഒഫൻസ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു സർക്കാർ മദ്യനയം രൂപീകരിക്കുന്നതിന് മുമ്പ് ഇത് ചോർന്നിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട LDF നേതൃത്വം തീരുമാനിക്കുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങൾ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് വഴിയിലൂടെ പുറത്തറിഞ്ഞത് എന്നുകൂടി അന്വേഷിച്ച് പുറം ലോകത്തെ അറിയിക്കണം. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും അത് അറിയാനുള്ള അവകാശമുണ്ടെന്നേ. ഇവർ നടപ്പാക്കുന്ന പോളിസി ഇവർ കുറെ കാലം മുമ്പ് പരസ്യം ചെയ്തല്ലേ, മദ്യവർജനമാണ്, ഘട്ടം ഘട്ടമായിട്ടുള്ള മദ്യ നിരോധനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് പിന്നോട്ട് പോയി പിണറായി വിജയൻ സർക്കാർ. അതിനെക്കുറിച്ചൊന്നും ഇവർ മറുപടി പറയുന്നില്ല. ഇപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം മറന്നു പോകാൻ പാടില്ല. 669 ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാർ ബാർ ഉടമകളെ സംരക്ഷിച്ചത്. UDF സർക്കാരിനെതിരെ ഇവർ ഉന്നയിച്ച ആരോപണം എന്താ? സർക്കാർ ബാർ ഉടമകൾക്ക് അനുകൂലമായിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ള ആക്ഷേപമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്ന് ബാർ ഉടമകൾക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോവുകയാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? ശരി, ഞാൻ വരാം. കെ ഷാജി, ഈ 10 വർഷം മുമ്പുള്ള ഈ ഒന്നാം ബാർ കോഴ ആരോപണത്തെക്കുറിച്ച് നമുക്കെല്ലാം ഓർമ്മയുണ്ടാകും. കാരണം അത്രമാത്രം വാർത്തകളായി മാറിയ സംഭവങ്ങളായിരുന്നു അത് തുടർന്നുണ്ടായത്. അന്ന് പണം വാങ്ങി എന്നിട്ട് ഞങ്ങളുടെ ആവശ്യം നിവർത്തിച്ചു തന്നില്ല. കാരണം ഒരു മദ്യനയത്തിൻ്റെ ഭാഗമായി ഗുണനിലവാരമില്ലാത്ത ബാറുകൾ പൂട്ടിയിടാൻ ആ സർക്കാർ തീരുമാനിച്ചു. അതിന് പല തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണം തുറന്നു കിട്ടാൻ വേണ്ടി പണം നൽകിയിട്ടും അത് തുറന്നു കിട്ടാത്തതുകൊണ്ടാണ് ബാർ ഉടമകളിൽ നിന്ന് ഈ വിവരം പുറത്തു വന്നതും ആരോപണമായി വന്നതുമാണ് അന്നുണ്ടായ ഒരു അലിഗേഷൻ. ഇവിടെ ബാറുകൾ യഥേഷ്ടം അനുവദിക്കുന്ന ഒരു സർക്കാരാണ്. ബാറുകളോട് ഒരു തരത്തിലുള്ള അയിത്വമില്ല. മദ്യവർജനം എന്നൊക്കെ പറയുമ്പോൾ പോലും ഇഷ്ടംപോലെ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ IT പാർക്കുകളിൽ പോലും ലൈസൻസ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഡ്രൈ ഡേ കൂടി ഒഴിവാക്കാൻ നീക്കമുണ്ടെന്ന് വാർത്തകൾ ഇന്നലെ വന്നതാണ്. ഇന്ന് പുറത്തു വരുന്നു ആ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിൻ്റെ പേരിൽ സർക്കാരിന് പണം കൊടുക്കാൻ വേണ്ടി പണപ്പിരിവ് നടക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ആ ക്രൈം നടന്നിട്ടില്ലല്ലോ. ഇപ്പോൾ എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ പോലും എക്സൈസ് മന്ത്രി പറയുന്ന പണപ്പിരിവിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് DGPയോട് ആവശ്യപ്പെടുകയാണ്. അതല്ലേ ചെയ്യേണ്ടത്? അല്ല, ഇതിലിപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ്. ആ ശബ്ദ സന്ദേശത്തിൻ്റെ ഒറിജിനാലിറ്റിയെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ സംശയങ്ങളുണ്ടാവാം. ഒപ്പം തന്നെ ഇതൊരു തെളിവ്, ഒരു മൈനറായിട്ടൊരു തെളിവാണ്. കാരണം കഴിഞ്ഞ 10 വർഷം മുമ്പ് വളരെ കൃത്യമായിട്ട് ബാർ ഉടമകളുടെ ഭാഗത്തു നിന്ന് തങ്ങൾ അഴിമതിക്ക് പണം കൊടുത്തു എന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരിക ചെയ്ത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ആരോപണം വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം പുറത്ത് ചോർന്ന് കിട്ടി. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മന്ത്രി അതിൽ വേണ്ട വിധത്തിലുള്ളൊരു അന്വേഷണം നടത്താൻ DGPയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കൃത്യമായ അന്വേഷണം നടക്കണം, എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് കുറേ നാളുകളായിട്ട് അറിയാം, കേരളത്തിലെ പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും വാർത്തകൾ കാണുന്ന എല്ലാവർക്കും അറിയാം, ഈ 1-ാം തീയതിയിൽ ഡ്രൈ ഡേ എന്ന് പറയുന്ന സംവിധാനം ഈ സർക്കാർ മാറ്റാൻ പോവുകയാണെന്ന് കുറേ നാളുകളായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ പെരിഞ്ഞാന്നായിട്ട് വന്ന ഒരു കാര്യം മാത്രമല്ല അത്. അതുപോലെ തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നു എന്ന കാര്യത്തിലും ഒരുപാട് നാളുകളായിട്ട് ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ സംവിധാനം അല്ല, അല്ലെങ്കിൽ പുതിയൊരു തീരുമാനമല്ല. ഇപ്പോൾ കുറേ നാളുകളായിട്ട് സർക്കാരിൻ്റെയും ഭരിക്കുന്ന ഭരണകക്ഷിയുടെയും അതുപോലെ തന്നെ ഭരണമുന്നണിയുടെയും പല തലങ്ങളിൽ ഇതിൻ്റെ ചർച്ച നടക്കുന്നുണ്ടാവണം എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബാർ ഉടമകളുടെ ഭാഗത്ത്, ഇപ്പോൾ ബാർ ഉടമകളുടെ കാര്യത്തിൽ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് അവരെല്ലാം വളരെ വിശുദ്ധരാണെന്നോ അല്ലെങ്കിൽ അവരെല്ലാം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നവരാണെന്നോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 10 കൊല്ലം മുമ്പുള്ളതുപോലെ തന്നെ സമാന്തരമായി ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കുറേ കൂടി സുതാര്യത വരണം, കുറേ കൂടി അന്വേഷണം നടക്കണം, കുറേ കൂടി കാര്യങ്ങൾ പുറത്തു വരണം. കാരണം നമ്മൾ നോക്കുക, ഇപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ ഒരു എടുക്കാത്തൊരു തീരുമാനത്തിൻ്റെ മുകളിലല്ല ഈ ബാർ ഉടമകൾ ഇപ്പോൾ ഈ പണം പിരിക്കുന്ന ഒരു സംഭവം തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എവിടെ നിന്നെങ്കിലും, ഇപ്പോൾ മന്ത്രിയിൽ നിന്നോ അല്ലെങ്കിൽ വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ പോലും അത് ഏത് ഭരണ നേതൃത്വത്തിൽ എവിടെ നിന്നെങ്കിലും കൃത്യമായിട്ടൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടാവണം.
അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു വാർത്ത കണ്ടു. ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ബാറുകളുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പണപ്പിരിവ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഇലക്ഷൻ ഫണ്ടിലേക്ക് ഒരുപാട് കാശ് മേടിച്ചിട്ടുണ്ട്. അതിൽ ചിലരെല്ലാം വിട്ടുവന്നു. അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായൊരു പിരിവാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്നുള്ള ചില വാർത്തകൾ ചില മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തു തന്നെയായാലും നമ്മൾ നോക്കുക, കഴിഞ്ഞ 10 കൊല്ലം മുമ്പായാലും ഇപ്പോഴായാലും കേരളത്തിലെ ബാറുടമകൾ ഒരു വലിയൊരു സംഘടിത ശക്തിയാണ്, വലിയ ലോബിയാണ്. കാലാകാലങ്ങളിലെ സർക്കാരുകളെ വിരട്ടാനും മെരുക്കാനും സ്വാധീനിക്കാനും തങ്ങളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാനും കഴിവുള്ള ആളുകളാണ്. അപ്പോൾ കഴിഞ്ഞ അവസാനത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന് തന്നെ ആ സർക്കാർ ഭരണത്തിൽ നിന്ന് പോകുന്നതിൽ വരെ വലിയൊരു റോള് വഹിച്ചത് ഈ ബാറുടമകളാണ്. ഈ ബാറുടമകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിവാദമുണ്ടായി. അത് KM മാണിക്കെതിരെ വലിയ ആരോപണങ്ങളുണ്ടായി. അവസാനം അതിൻ്റെ എല്ലാം ഗുണം ഏറ്റെടുത്തുകൊണ്ട് ഗുണഭോക്താക്കളായി വന്ന ഇടതുമുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതേ മാണിക്കെതിരായുള്ള ആരോപണങ്ങൾ വിഴുങ്ങുന്നതും ഈ നോട്ട് എണ്ണുന്ന മെഷീൻ്റെ കാര്യങ്ങളെല്ലാം വിഴുങ്ങുന്നതൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ മദ്യമേഖല, പ്രത്യേകിച്ച് ബാറുടമകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തെ, കേരളത്തിൻ്റെ സാമൂഹിക രംഗത്തെ, കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ എല്ലാം വളരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി വളർന്നു വരുന്നു എന്നുള്ളത് തീർത്തും നമുക്ക് ഒരു പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. പിന്നെ മറ്റൊരു വശത്ത് ഇപ്പോൾ ഈ 1-ാം തീയതിയിലെ ഡ്രൈ ഡേ, വാസ്തവത്തിൽ 1-ാം തീയതി ഡ്രൈ ഡേ എടുത്ത് മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രതിപക്ഷം പറയുന്ന പോലെ 1-ാം തീയതിയിലെ ഡ്രൈ ഡേ മാറ്റിക്കഴിഞ്ഞാൽ കേരളം മുഴുവൻ മദ്യം ഒഴുകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 1-ാം തീയതി കൃത്യമായി ശമ്പളം കിട്ടുന്ന ഒരവസ്ഥ ഇന്ന് സർക്കാർ ജോലിക്കാർക്ക് പോലും ഇല്ല. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് 1-ാം തീയതിയിൽ ആളുകൾ ശമ്പളം കിട്ടുന്നു, ആ കിട്ടുന്ന ദിവസം കിട്ടുന്ന പണം കൊണ്ട് ആളുകൾ മുഴുവൻ മദ്യം മേടിച്ച് കുടിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ നമ്മുടെ ഒരു സാമ്പത്തിക മേഖലയിൽ വന്ന വലിയൊരു മാറ്റം കാരണം സർക്കാർ ഉദ്യോഗസ്ഥർക്കായാലും സ്വകാര്യ മേഖലയിലായാലും 1-ാം തീയതി കൃത്യമായി ശമ്പളം കിട്ടിക്കൊള്ളുന്നില്ല. 1-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെ ഏത് ദിവസം ആവാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ 1-ാം തീയതി ആളുകൾക്ക് ശമ്പളം കിട്ടും, ആ ദിവസം കിട്ടുന്ന പൈസ കൊണ്ട് ആളുകൾ പോകും, കള്ളു കുടിക്കും എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ ഒരു ദിവസം വളരെ സമാന്തരമായിട്ടുള്ളൊരു പദ്ധതി കേരളത്തിൽ നടക്കുന്നു. കാരണം കുറേ ആളുകൾ ഇപ്പോൾ ജവാൻ ഈ മിലിറ്ററിയിൽ നിന്ന് മദ്യം അനധികൃതമായി മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന ആളുകൾ, ബീവറേജസിൽ നിന്ന് മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ അവർ വലിയ തുകയ്ക്ക് മറച്ചു വിൽക്കുന്ന ഒരു വലിയൊരു മാഫിയ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ ഡ്രൈഡേയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള സംഭവമാണ്. അപ്പം അതുപോലെ ഇപ്പം മദ്യം കൊടുക്കുന്ന സമയത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ രാത്രി 10 മണിക്കോ കഴിഞ്ഞ് 1 മണിക്കൂർ കൂട്ടിയാലോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൂട്ടിയാലോ കേരളത്തിൽ മൊത്തം ആളുകളും മദ്യത്തിന് അടിമകളാകും എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ ഇക്കാര്യത്തിലൊക്കെ കുറേ കൂടി സുതാര്യത വേണം, സത്യസന്ധത വേണം, ആത്മാർത്ഥത വേണം. അപ്പം അത് ഭരണപക്ഷം അങ്ങനെ തീരുമാനം എടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ ഈ മേഖലകളിൽ ഇടപെടുന്ന മനുഷ്യരെയും മൊത്തത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ചെയ്യാമെന്ന് മാത്രമാണ് നമുക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നുള്ളൂ. അപ്പം ഇതിനകത്ത് എന്തായാലും സർക്കാർ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണം സത്യസന്ധമായി, സമഗ്രമായി, ശാസ്ത്രീയമായി നടക്കണം. അത് വെറുതെ വെള്ളപൂശാനോ ആരെങ്കിലും രക്ഷിക്കാനുള്ളതോ ആവരുത്. അതുപോലെ തന്നെ ഇതിൽ ശബ്ദം കേട്ടിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. കാരണം ബാറുടമകൾ മാത്രമായിട്ട് അവർ പറയുന്നതിന് മാത്രം വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ സർക്കാരും പോലീസും ഇത് അന്വേഷിച്ച് ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് വലിയ ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം കേരളത്തിലെ വലിയൊരു വിലപേശലുകാരായിട്ട് ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനെയും സാമൂഹികതയും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമായിട്ട് കേരളത്തിലെ ബാറുടമകൾ മാറാൻ പാടില്ല, അവരുടെ ലോബി മാറാൻ പാടില്ല. ഇപ്പം ഇവിടെ തന്നെ ഏതാണ്ട് സർക്കാർ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി പറയുന്നു നയപരമായ തീരുമാനം എടുക്കുന്ന കാര്യം പോലും ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എന്തു തന്നെയായാലും അങ്ങനെ ഒരു വിഷയത്തിൽ ഒരു പിരിവ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിരിവ് നടക്കുന്നുണ്ട്, അത് അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം ആ ശബ്ദ സന്ദേശത്ത് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിൽ പ്രധാനപ്പെട്ട നിലപാട് വ്യക്തമാക്കേണ്ടത്, അതിൽ ആത്മാർത്ഥത കാണിക്കേണ്ട സർക്കാരാണ്. കാരണം 10 വർഷം മുമ്പത്തെ അവസ്ഥയല്ല ഇന്ന് വന്നിരിക്കുന്നതെന്നും ആ 10 വർഷത്തെ അവസ്ഥയെ മുന്നത്തെ ഒരു തനിയാവത്രം ഇനി ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളൊരു സമീപനം സർക്കാരും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ്, എക്സൈസ് മന്ത്രി കാണിക്കുമെന്ന് തന്നെയാണ്. ശരി ഷാജി, ഞാൻ മടങ്ങി വരാം. ശ്രീ ലിജീഷ്, 10 വർഷം മുമ്പ് നടന്ന എന്തോ ഒരു കാര്യത്തിന് ദേജാവ് പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. 10 വർഷം മുമ്പ് UDF-നെതിരെയാണ് അഴിമതി ആരോപണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കെതിരെയാണ് അഴിമതി ആരോപണം. അന്ന് പണം കൊടുത്തു എന്നായിരുന്നു ആരോപണമെങ്കിൽ ഇന്ന് പണപ്പിരിവ് നടക്കുന്നു എന്ന വിവരമാണ് പുറത്തു വന്നത്. പണപ്പിരിവ് നടക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനായിരിക്കുമല്ലോ. ആ കൊടുക്കാനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ഒരു അന്വേഷണത്തിലൂടെയല്ലേ, അല്ലാതെ മന്ത്രി പണപ്പിരിവ് നടത്തിയതിനെ കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടോ ഇങ്ങനെ ഒരു പോളിസിയെപ്പറ്റി സർക്കാർ ചർച്ച ചെയ്തിട്ടില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞുകൊണ്ടോ ജനങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള അവിശ്വാസം ഇല്ലാതാവും? അല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഫോൺ കോളുമായി ബന്ധപ്പെട്ടല്ലേ, എന്ത് ആധികാരികതയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി ബന്ധിപ്പിക്കാനുള്ളത്?
സംസ്ഥാന സർക്കാർ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായ ചർച്ചകൾ പോലും ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ കഴിയാവുന്ന സാഹചര്യമല്ല. അത്തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞ് അങ്ങനെ എന്തെങ്കിലും വന്നാലല്ലേ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും തുമ്പും പാലും ഉണ്ടെന്ന് പോലും പറയാൻ കഴിയുള്ളൂ. ഇത് ചർച്ച പോലും ആരംഭിക്കാതെ ഒരു കാര്യവും തുടങ്ങാതെ എന്നിട്ട് മാധ്യമങ്ങളിൽ കുറച്ച് വാർത്തയും വന്നു. അതിൻ്റെ ഭാഗമായി ഏതോ ഒരു ബാർ മുതലാളി വിളിച്ചിട്ട് സംസാരിക്കുന്ന ഒരു ഫോൺ ദൃശ്യവും പുറത്തുവിട്ടു. എന്നിട്ട് സംസ്ഥാന സർക്കാരും അതുപോലെ മന്ത്രിയൊക്കെ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ആളുകൾ ഇതൊക്കെ വിശ്വസിക്കുമോ? ഇതും UDF-ൻ്റെ കാലത്തുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഞങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളത് UDF-ൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് ഏറ്റവും വലിയ നമ്മുടെ നാടാകെ ഞെട്ടിയ അഴിമതിയാണ്. അതിനകത്ത് പണം കൊടുത്തതിന് സാക്ഷികൾ പോലും ഉണ്ട്. ബിജു രമേശ് ആയാലും അതുപോലെ നസീഫായാലും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞതാണ്. ഇതങ്ങനെയാണോ? മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ച പോലും തുടങ്ങാതിരിക്കുന്ന സമയത്ത് ലിജീഷ് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ മുഖവിലക്ക് എടുക്കുകയാണ്. 2014 നടന്ന ബാർക്കോഴ അഴിമതിക്ക് സാക്ഷികളുണ്ട്, പണം നൽകിയെന്നാണ് ആരോപണം. അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുണ്ട്. 10 വർഷമായി നിങ്ങൾ ഭരിക്കുന്നു, എന്ത് ചെയ്തു ആ കേസിൽ? അല്ല, അതിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പൊ അതല്ലല്ലോ വിഷയവും. ഞാൻ ചോദിക്കുന്നത് അത് വിഷയമല്ലേ? അല്ല, അത് അന്വേഷണം നടക്കുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാൻ പറയുന്നത് അതല്ല. ഈ പറയുന്ന അന്വേഷണം 10 വർഷം വേണോ? ഈ ഒരു അഴിമതി കേസൊക്കെ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്താൻ 10 വർഷം വേണോ? അതിന് കൃത്യമായ അന്വേഷണം നടത്തി അതിന്റെ കുറ്റക്കാരെല്ലാം പുറത്തു കൊണ്ടുവരും. ആ വഴിക്ക് നടക്കട്ടെ. അതിൽ കുറ്റക്കാരാണോ ഈ കെ മാണിയൊക്കെ പണം വാങ്ങി എന്നുള്ള നിലപാട് ഇപ്പോഴും CPM-ന് ഉണ്ടോ? ഇതിനെ സംബന്ധിച്ച് നമ്മൾ കാണേണ്ടത് അന്വേഷണം നടക്കില്ലേ, അതിന്റെ ഘട്ടങ്ങൾ ഓരോന്ന് കഴിയില്ലേ. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഉന്നയിച്ച ഒരു ആരോപണം നിങ്ങൾ ഒരു നിമിഷം ലിജീഷ്, നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ആരോപിച്ച ഒരു ആരോപണം നിങ്ങൾ ഭരണപക്ഷത്തെത്തി അന്വേഷിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, KM മാണി അതിൽ കുഴ വാങ്ങിയത് നിങ്ങൾക്ക് ഇപ്പോൾ നിലപാടുണ്ടോ? അല്ല, KM മാണി മാത്രമല്ലോ ഇതിനകത്ത്. അല്ല, KM മാണിയാണ് മുഖ്യപ്രതി. അയാൾ എക്സൈസ് മന്ത്രി അന്തരിച്ച KM മാണി, മുൻ മന്ത്രി KM മാണി പണം വാങ്ങിയെന്ന ഒരു ആരോപണം നിങ്ങൾക്കുണ്ടോ? രാഷ്ട്രീയമായ ആരോപണം ഉണ്ടോ? അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമായ ആരോപണം ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയമായ ആരോപണം ഉണ്ടോ? എന്നിട്ടാണല്ലോ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരട്ടെ, അത് നടക്കുന്നുണ്ടല്ലോ. അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാട്, നിങ്ങളാണ് ഭരിക്കുന്നത്, നിങ്ങളുടെ കീഴിലാണ് വിജിലൻസ്, നിങ്ങൾ അനുമതി കൊടുക്കാതെ അന്വേഷണം മുന്നോട്ട് പോകില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമായ ആരോപണം ഉണ്ട്, എന്നിട്ടാണല്ലോ അന്വേഷണം വരിക. അതാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് കുറ്റവാളികൾ ആരൊക്കെയാണോ അവരെല്ലാം പുറത്തു കൊണ്ടുവരും. അതിപ്പോ ഈ KM മാണി മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾ KM മാണി എക്സൈസ് മന്ത്രി KM മാണി അതിൽ കുറ്റക്കാരനാണെന്ന നിലപാട് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടോ? ഇല്ല, അത് അന്വേഷണം നടക്കട്ടെ. അല്ല, നിങ്ങളന്ന് ആരോപിച്ചാണ്, രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പിന്നീട് അന്വേഷണ ഘട്ടത്തിൽ ആരോപണം ഇല്ലേ ലിജീഷ്? ഇപ്പൊ ആരോപണം ഇല്ലേ? ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങളുടെ മദ്യനയത്തിൽ UDF സമൂലമായ അഴിമതി നടത്തി തന്നെയാണ് ആരോപണം. KM മാണി കൈക്കൂലി വാങ്ങിയോ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, KM മാണി കൈക്കൂലി വാങ്ങിയില്ലേ? അത് അന്വേഷിച്ച് പുറത്തു വരണം. ഞങ്ങൾ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങൾ കോഴമാണി എന്ന് വിളിച്ചിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ആരോപണം ഉണ്ടോ ഇല്ലെന്നാണ് എന്റെ ചോദ്യം. ഉണ്ട്. UDF-ന്റെ ഭരണകാലത്ത് വൻ അഴിമതി നടന്നു എന്നുള്ള ആരോപണം ഞങ്ങൾക്കുണ്ട്. മാണി കോഴ വാങ്ങിയോ? അതാണ് UDF-ന്റെ ഭാഗമായിരുന്നവർ അന്ന് കോഴ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ആരോപണം. അന്ന് ആരൊക്കെയാണ് ഈ പറയുന്ന കോഴ വാങ്ങിയതും തട്ടിപ്പ് നടത്തിയതെന്നൊക്കെ അന്വേഷണത്തോടെ പുറത്തു വരട്ടെ. അല്ല, നിങ്ങൾ ബാബു ആയാലും അതുപോലുള്ള രമേശ് ചെന്നിത്തല വരെയുണ്ട്. KM മാണിക്കെതിരാണ് നിങ്ങളുടെ ആരോപണം. നിങ്ങൾ ബജറ്റ് സ്തംഭിപ്പിച്ചത് പോലും, നിയമസഭയിൽ അത്ര വലിയ കയോസ് ഉണ്ടാക്കിയത് പോലും മാണിക്കെതിരാണ്. ആ മാണി കോഴ വാങ്ങിയെന്ന നിലപാട് നിങ്ങൾക്കുണ്ട്, രാഷ്ട്രീയ നിലപാട്. എന്നിട്ട് നമുക്ക് അന്വേഷിക്കാമല്ലോ. അത് അന്വേഷിക്കട്ടെ, അതല്ലേ പറഞ്ഞത്. എല്ലാ കാര്യം അന്വേഷിക്കണം. UDF-ന്റെ കോഴ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. LDF-ന്റെ ഗവൺമെന്റ് വന്നു, അതിന്റെ കാര്യങ്ങൾ നീങ്ങട്ടെ. ലിജീഷ്, അങ്ങനെയാണെങ്കിൽ ഇത് അന്വേഷിക്കണ്ടേ? ഇത് പണപ്പിരിവ് നടന്നു. ഇതിനകത്ത് എന്ത് കാര്യമല്ലെന്ന് എനിക്ക് മനസ്സിലാവും. പണപ്പിരിവ് നടന്നു എന്ന് പറയുന്നത് പണപ്പിരിവ് നടത്തിയെന്ന് ഇതിനകത്ത് പറയുന്നത് ഈ ബാർ ഉടമകളുടെ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ശബ്ദമാണ് പുറത്തു വരുന്നത്. അത് പോരെ നിങ്ങൾക്ക്? അതിനകത്ത് എന്താ പറയുന്നത്? 2.5 ലക്ഷം വെച്ച് പിരിക്കാൻ കോഴ വാങ്ങിയോ അതുപോലെയുള്ള സംവിധാനങ്ങളാണോ? അല്ല, 2.5 ലക്ഷം വെച്ച് പിരിക്കാൻ അത് കൊടുത്തു ഇതിനകത്ത് നടക്കുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാല് 2.5 ലക്ഷം വെച്ച് പിരിക്കാൻ ആവശ്യപ്പെടുകയാണ്. അവിടെ പണപ്പിരിവ് നടന്നോ? അത് ആർക്ക് വേണ്ടിയാണെന്ന് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണമല്ലോ. അതല്ലേ പറഞ്ഞത്, സമഗ്ര അന്വേഷണം നടക്കണം. ഇന്ന് MP രാജേഷ് ഉൾപ്പെടെ പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ, സമഗ്ര അന്വേഷണം നടക്കണം. ഇത് യഥാർത്ഥത്തിൽ ഗൂഢാലോചനയാണ്. അല്ല, ഏതെങ്കിലും ഒരു മദ്യ വ്യവസായി ഒരാളെ വിളിച്ചിട്ട് LDF-ന്റെ ഗവൺമെന്റ് പണം വാങ്ങിയെന്ന് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അതങ്ങ് വകവെച്ച് വരികയാണോ? ഓക്കെ ലിജീഷ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സമഗ്ര അന്വേഷണം പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ ഇത് ഗൂഢാലോചനയാണോ എന്ന് അന്വേഷിക്കണം, അതല്ല ഇത് അഴിമതിക്ക് വേണ്ടി പണം പിരിച്ച് കൈമാറാൻ വേണ്ടിയായിരുന്നു എന്ന് അന്വേഷിക്കണം. അതിനാണല്ലോ സമഗ്ര. ഒരു നിമിഷം
സമഗ്ര അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇതൊരു തെറ്റായ കാര്യം സർക്കാരിനെതിരെ ആരോപിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയാണോ എന്ന് അന്വേഷിക്കണം. അതല്ല ഈ പണപ്പിരിവ് നടത്തി സർക്കാരിൽ ആർക്കെങ്കിലും കൊടുക്കാനാണോ പാർട്ടിക്ക് കൊടുക്കാനാണോ എന്ന് അന്വേഷിക്കണം. ഇതാണല്ലോ സമഗ്ര അന്വേഷണം. ആ സമഗ്ര അന്വേഷണം നടക്കുമ്പോൾ എക്സൈസ് മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പറ്റുമോ? എങ്ങനെ, ഞാൻ ചോദിക്കട്ടെ, ഒരു മദ്യ വ്യവസായി ഒരാളെ ഫോൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് ചാനൽ ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞിട്ട് ഈ പറയുന്ന എം പി രാജേഷിനെ പോലുള്ള ആൾ രാജിവെക്കാനാണ് നിങ്ങൾ പറഞ്ഞത്? അതാണ് തെറ്റ്. ഞാൻ പറയട്ടെ അജിംസെ, ഞാൻ പറയട്ടെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങൾ ഈ പറയുന്ന മദ്യനയം വരാൻ വേണ്ടി പോകുന്നു, ഡ്രൈ ഡേ ഒഴിവാക്കാൻ വേണ്ടി പോകുന്നു, ബാറിന്റെ ഇതിന്റെ സമയം നീട്ടാൻ വേണ്ടി പോകുന്നു എന്ന രൂപത്തിൽ നിങ്ങൾ വാർത്തകൾ ചർച്ചവിടുക. അതിനുശേഷം പിന്നീട് ഈ പറയുന്ന ഒരു ഫോൺ കോൾ വരിക, എന്നിട്ട് പറയാം മന്ത്രി രാജിവെക്കണം. അതാണ് ഗൂഢാലോചന. ഇതിനകത്ത് മാധ്യമങ്ങൾക്ക് പങ്കുണ്ടോ എന്നുള്ള ആലോചിക്കണം. ഓക്കെ, അപ്പൊ ഗൂഢാലോചന ഇവർ ഇത്തരത്തിലുള്ള ഫോൺ കോൾ പുറത്തുവിടുന്നത് തീർച്ചയായിട്ടും അതിൽ ഗൂഢാലോചന അന്വേഷിക്കണം. ഞാൻ ചോദിക്കുന്നത് ഗൂഢാലോചന മാത്രമാണോ അന്വേഷിക്കുന്നതെന്നാണ്. സമഗ്ര അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ലോ. സമഗ്ര അന്വേഷണം നടക്കണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സമഗ്ര അന്വേഷണം നടക്കുമ്പോൾ മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പറ്റുമെന്നാണ് എന്റെ ചോദ്യം. അതെങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്? സമഗ്ര അന്വേഷണം സർക്കാരിലേക്ക് കൂടിയാണ്. സമഗ്ര അന്വേഷണം എന്ന് പറഞ്ഞാൽ സർക്കാർ കോഴ വാങ്ങിയോ എന്ന് കൂടിയാണല്ലോ ഉന്നയിക്കാൻ കഴിയുന്ന തെളിവുകളും വസ്തുതകളും വേണ്ടേ? അതല്ലേ ഞാൻ ചോദിച്ചത്. സംവിധാനം വേണ്ടേ? അന്വേഷണത്തിലൂടെയല്ലേ തെളിവുകളും വസ്തുക്കളും വരിക. അത് സമഗ്ര അന്വേഷണമാണ് നടക്കുന്നതെങ്കിൽ അതിൽ സർക്കാരിന്റെ പങ്കാളിത്തം ഉണ്ടോ എന്ന് കൂടി അന്വേഷണം. അങ്ങനെയെങ്കിൽ എക്സൈസ് മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പറ്റുമോ? അതാണ് ചോദ്യം. അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു വിഷയം വരുന്ന സമയത്ത് ഈ പറയുന്ന എം പി രാജേഷിനായാലോ എക്സൈസ് മന്ത്രിക്കായാലോ എന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും തട്ടുന്നുണ്ടോന്നല്ലേ നോക്കേണ്ടത്? ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി ഇതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നത്. ചർച്ച ചെയ്യുക. എനിക്കിത് കേൾക്കുമ്പോൾ കൗതുകം തോന്നാൻ കാരണം 10 കൊല്ലം മുമ്പ് UDF നിന്ന് കേട്ട അതേ വാദങ്ങളാണ്. ബിജു രമേശിന്റെ വിശ്വാസ്യത എന്താണ്? നിങ്ങൾക്ക് എങ്ങനെയാണ് സമർത്ഥിക്കാൻ കഴിയുന്നത്? ബിജു രമേശിന്റെ വിശ്വാസ്യത എന്താണ് എന്ന് ചോദിക്കാത്ത ഒരൊറ്റ കോൺഗ്രസ് പ്രതിനിധി ഉണ്ടായിരുന്നില്ല. പണം ഉൾപ്പെടെ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ലിജീഷ്? അതാണ് പറയുന്നത്. ബിജു രമേശിന്റെ വിശ്വാസ്യത എന്താണെന്ന് ചോദിക്കാതെ ഒറ്റ UDF പ്രതിനിധി അന്ന് ചാനൽ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. അന്നത്തെ ആരോപണം ഇന്നത്തെ ആരോപണം ഒരേപോലെയാണെന്ന് വരുത്താനാണ് നിങ്ങൾ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അന്നത്തെ ആരോപണം എത്ര ഗൗരവതരമാണെന്ന് നിങ്ങൾ നോക്കുന്നത്. പണം കൊടുത്തു, അതിന് തെളിവ്, പണം കൊടുക്കുന്നതിന് തെളിവ്, പണം കൈമാറി എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തലയായാലും അതുപോലെ തന്നെ ആളുകൾക്കകം പണം കിട്ടിയെന്ന് വരിക. ഈ രൂപത്തിലുള്ള ആരോപണമാണോ ഇപ്പൊ വന്ന ആരോപണം? ഇത് കുറച്ച് ദിവസം മാധ്യമങ്ങളെ ചർച്ച ചെയ്യുക, ഇതാ മദ്യനയം വരാൻ വേണ്ടി പോകുന്നു പറഞ്ഞ് ചർച്ച നടത്തുക, അതിനുശേഷം ഏതോ ഒരു മദ്യ വ്യവസായി ആരോ ഒന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതാ രാജിവെക്കണം എന്ന് പറയാ. ഇതാണോ രീതി? അപ്പൊ ഗൂഢാലോചന മാത്രം അന്വേഷിച്ചാൽ മതിയോ ലിജീഷ്? അല്ല, സമഗ്ര അന്വേഷണം നടന്നോട്ടെ. ഓക്കെ, എന്റെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. സമഗ്ര അന്വേഷണമാണെങ്കിൽ അത് സർക്കാരിലേക്ക് കൂടിയുള്ള അന്വേഷണമാണ്. അപ്പോൾ മന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ പറ്റുമെന്നാണ് എന്റെ ചോദ്യം. അതാ ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന അന്വേഷണം നടക്കണം. ഗൂഢാലോചനയാണ് ഇതിനകത്തുള്ളത്. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള സമഗ്രമായ അന്വേഷണം നടക്കണം. ഗൂഢാലോചന മാത്രമായി അന്വേഷിക്കുകയാണെങ്കിൽ മന്ത്രിക്ക് അവിടെ ഇരിക്കാൻ കുഴപ്പമില്ല. കാരണം അന്വേഷിക്കുന്നത് മാധ്യമങ്ങളും ഈ ബാറുടമകളും ഗൂഢാലോചന നടത്തി ഈ ആരോപണം ഉന്നയിച്ചു. സമഗ്ര അന്വേഷണമാണെങ്കിൽ പണം പിരിച്ച പണം ആർക്കെങ്കിലും കൊടുക്കാനായിരുന്നോ തുടങ്ങിയ മദ്യനയം വരുന്നു തെറ്റായി ഈ രൂപത്തിലുള്ള വാർത്തകൾ കൊണ്ടുവരുന്നത് സർക്കാർ പ്രാഥമിക ആലോചന നടത്തിയിരുന്നില്ല. ശരി, ശ്രീ ജിൻഡോ, ഇവിടെ സർക്കാരിൻ്റെ ഒരു പുതിയ മദ്യനയം വരുന്നു, അതിൽ ഇന്ന വ്യവസ്ഥകളൊക്കെ ഉണ്ടാകും എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്നതാണ്. അപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു, തൊട്ടുടനെ ഇങ്ങനെ ഒരു ആരോപണം വരുന്നു എന്നതിനർത്ഥം ഇത് ഗൂഢാലോചനയാണ്, അത് അന്വേഷിക്കണമെന്നാണ് ലിജീഷ് വാദിക്കുന്നത്. ഇത് അതിനും ഒരു സാധ്യതയുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. കാരണം ഒരു വാർത്ത വരുന്നതിൻ്റെ പിറകെ പണപ്പിരിവ് നടത്തുക, എന്നിട്ട് ആ പണപ്പിരിവ് നടത്തുന്നതിൻ്റെ തെളിവുകൾ പുറത്തോട്ട് സർക്കാരിന് അന്വേഷിക്കുക, ഇത് ചെയ്യാവുന്ന കാര്യമാണ്, ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അത് മാത്രം അന്വേഷിച്ചാൽ മതിയോ? അതല്ല ഈ സമഗ്ര അന്വേഷണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണം? അജിംസെ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, മാധ്യമപ്രവർത്തനായ ഷാജി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 1-ാം തീയതി ശമ്പളം കിട്ടാത്തത് കൊണ്ട് പണ്ട് 1-ാം തീയതി ഡ്രൈ ഡേ ആചരിക്കുന്ന പരിപാടി ഇനിയിപ്പോൾ വേണ്ട, അത്യാവശ്യമില്ല എന്ന് പറഞ്ഞത് അത് ഒരു പരിധിവരെ അതൊരു വേറെ രീതിയിൽ നോക്കിയാൽ അത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് 1-ാം തീയതി ശമ്പളം കിട്ടാതെ ആയി എന്നുള്ളത് വേറൊരു ചർച്ചയുടെ ഭാഗമാണല്ലോ. നമുക്ക് ഇവിടെ 1-ാം തീയതി മാത്രമല്ല പല തീയതികളിലും ശമ്പളം കിട്ടാത്ത അവസ്ഥയുണ്ട്. ശമ്പളം കിട്ടാത്തതിൻ്റെ പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥർ കോടതി പോകേണ്ട ഗതികേട് പോലും ഉള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് അതിന്റെ പേരിൽ ഡ്രൈ ഡേ മാറ്റുന്നത് അത് ഒരു അഭികാമ്യമായിട്ടുള്ള കാര്യമാണോ എന്ന് സംശയമുണ്ട്. പക്ഷേ സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അത് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തയുടെ മാത്രം അടിസ്ഥാനത്തിലോ ബാർ മുതലാളിമാരുടെ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലോ അതിനു വേണ്ടിയിട്ട് പണം പിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ സെൻസിന് നമ്മുടെ സാധാരണക്കാരന്റെ ലോജിക്കിന് യോജിക്കുന്ന ഒരു കാര്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മാധ്യമങ്ങളിൽ പല വാർത്തകളും വരും, അല്ലെങ്കിൽ പല മുതലാളിമാർക്കും പല ആഗ്രഹങ്ങളുണ്ടാവും. അതിന്റെ പേരിൽ സംസ്ഥാന
സംസ്ഥാനത്തൊട്ടാകെയുള്ള ബാർ മുതലാളിമാരുടെ അസോസിയേഷൻ തീരുമാനിച്ച് സംഘടനാപരമായിട്ട് പണം പിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് യോഗ്യമല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, LDFന്റെ പ്രതിനിധി പറയുന്നത് പണ്ട് അഴിമതി ഉണ്ടായിരുന്നു, ഞെട്ടിക്കുന്ന അഴിമതിയായിരുന്നു എന്നാണ് പറയുന്നത്. സാക്ഷികളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. KM മാണി അന്ന് കോഴമാണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ നിന്ന് വലിയ രീതിയിലുള്ള അക്രമം നടത്തി ലോകം മുഴുവൻ കാണുന്ന രീതിയിൽ നിയമസഭയുടെ അകം മുഴുവൻ തല്ലി തകർത്ത് തരിപ്പണമാക്കിയത് ഇല്ലേ? അതിനുശേഷം നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് കേസ് പിൻവലിക്കാൻ നോക്കി. അതൊക്കെ മറ്റൊരു ചർച്ചയാണ്. പക്ഷേ അന്ന് നിങ്ങൾ പറഞ്ഞ കോഴമാണി ഇന്ന് മാന്യനായ മാണിയാണോ എന്ന് നിങ്ങൾ പറയണം. അന്നും UDF പറഞ്ഞിട്ടുണ്ട് കോഴമാണിയല്ല, മാണി സാറ് അഴിമതി നടത്തിയിട്ടില്ല എന്ന്. അന്നും ഞങ്ങൾ പറയുന്നു, ഇന്നും ഞങ്ങൾ പറയുന്നു. പക്ഷേ നിങ്ങൾ പറയുന്നുണ്ടോ അന്നത്തെ കോഴമാണി ഇന്ന് മാന്യനായ മാണിയാണോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഈ നിമിഷം വരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അന്ന് നിങ്ങൾ അന്വേഷണം വേണം എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങൾ 8 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ചിട്ടും അതിന്മേൽ ഒരു അന്വേഷണം നടത്തുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ നിങ്ങളുടെ മുമ്പിൽ സാക്ഷികളുണ്ടെന്ന് പറയുന്ന കാര്യത്തിൽ തെളിവുകൾ ശേഖരിക്കുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? അന്ന് നിങ്ങൾ ഉന്നയിച്ച അന്വേഷണ ആവശ്യം, ആ ആവശ്യങ്ങൾ ആത്മാർത്ഥതയില്ലാത്തതായിരുന്നു, കള്ളമായിരുന്നു, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ്. രണ്ടാമത്തത്, നിങ്ങൾ പറയുന്നത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തയുടെ പുറകെ ബാർ മുതലാളിമാർ പണം പിരിക്കുന്നു എന്നാണ്. ഇനി നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അമേരിക്കയുടെയും ലോക ഭൂഷാസികളുടെയും ഒക്കെ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്നൊക്കെ പറയും. നിങ്ങൾ സമഗ്ര അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ തന്നെ മന്ത്രിയെ അന്വേഷിക്കാൻ പറ്റില്ല, മന്ത്രിയെ തൊടാൻ പറ്റില്ല. അതെന്ത് ലോജിക്കാണ് മാഷേ? നിങ്ങൾ മുമ്പ് ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ മാണി സാറിനെ കുറിച്ചിട്ടും മന്ത്രിയെ കുറിച്ചും അന്വേഷിക്കണമെന്ന് പറഞ്ഞു, കെ ബാബുവിനെ കുറിച്ച് അന്വേഷിക്കണം പറഞ്ഞു, മന്ത്രിമാർ മാറി നിൽക്കണമെന്ന് പറഞ്ഞു, രാജിവെക്കണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കാലത്ത് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ആവശ്യപ്പെടാത്തത്? സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ നടത്തുകയും ഒരുപാട് സമരങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സ്വപ്ന സുരേഷ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും മകളെയും മുഖ്യമന്ത്രിയുടെ ഭാര്യയെയും അടക്കം അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം 24 മണിക്കൂറിനുള്ളിൽ 3 പ്രാവശ്യമൊക്കെ പൊതുസമൂഹത്തിൽ മുൻപിൽ വന്ന് വെല്ലുവിളിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഒരു മാനനഷ്ടം പോലും ഫയൽ ചെയ്യാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഒരു പരാതിയും ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അജിംസ് പറഞ്ഞ പോലെ ദേജാവുമാണ്. അന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കള്ളപ്രചരണങ്ങളുടെ പേരിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ തിരിച്ചുള്ള ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ. അന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് ഇന്ന് പറ്റുമെങ്കിൽ ഒന്നുകൂടി എടുത്തു വായിക്കുന്നത് നന്നായിരിക്കും. അല്ല ജിൻഡോ, ഈ 2014 ഒക്ടോബർ 30 ബിജു രമേശ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. 31 അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അന്വേഷണം പ്രഖ്യാപിച്ചു. അത്രയും സ്വിഫ്റ്റ് ആയിട്ടുള്ള അന്വേഷണ പ്രഖ്യാപനം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ സാധാരണ ആൾക്കാർ എന്താ വിചാരിക്കുക? ഒരു ആരോപണം വന്നു, ഞങ്ങളുടെ സർക്കാർ അത് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാണ്. പക്ഷേ അതിന് പിന്നിൽ മറ്റു പല ഉൾപ്പിരിവുകളും ഉണ്ടായിരുന്നു, അതൊന്നും മറക്കരുത്. അല്ല അജിംസെ, അത് നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരുപാട് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ അത്തരം നിരീക്ഷണങ്ങൾ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ നടത്താവുന്നതാണ്. പക്ഷെ അന്ന് അത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ആഭ്യന്തരമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നു, അതിൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നിട്ട് എന്തേ അത്തരം അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ തുടർന്ന് വന്നിരിക്കുന്ന പിണറായി സർക്കാർ എന്തുകൊണ്ട് തുടർന്ന് അന്വേഷിക്കുന്നില്ല, നടപടികൾ സ്വീകരിക്കുന്നില്ല? സാക്ഷികളുണ്ടെന്ന് LDFന്റെ പ്രതിനിധിയായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ലിജീഷ് തന്നെ പറയുന്നു. ആ സാക്ഷികളൊക്കെ എവിടെയാണെന്ന് അവർ പറയണ്ടേ? ആ സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു എന്ന് നിങ്ങൾ പറയണ്ടേ? അതൊക്കെ പറയണ്ടേ? അന്ന് നിങ്ങൾ ആരോപണം ഉന്നയിച്ചപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് UDF സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? അതാണ് ഇവിടെ പറയേണ്ടത്. ഞങ്ങളുടെ പ്രതിനിധി സെയ്ഫ് സൈൻലാദീൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. സെയ്ഫിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. സെയ്ഫ്, ഈ മാധ്യമങ്ങളിൽ ഇന്നലെ ഒരു വാർത്ത വരുന്നു, പുതിയ മദ്യനയം വരാൻ പോവുകയാണ്, അതിൽ ഇന്ന വ്യവസ്ഥകളുണ്ട്, ഡ്രൈ ഡേ മാറ്റുന്നു, IT പാർക്കുകളിൽ ലൈസൻസ് നൽകുന്നു തുടങ്ങിയ വ്യവസ്ഥകളുണ്ടെന്ന് വാർത്ത വരുന്നു. ഇന്ന് ആ പോളിസിയെ സ്വാധീനിക്കാൻ വേണ്ടി ബാർ ഉടമകൾ പിരിവ് നടത്തുന്നതിൻ്റെ ശബ്ദരേഖയും പുറത്തു വരുന്നു. അപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, ഇവിടെ CPM പ്രതിനിധി ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഇതിലൊരു ഗൂഢാലോചനയുണ്ട്, അതിൽ മാധ്യമങ്ങളും പങ്കാളികളാണ് എന്നാണ്. നമ്മൾ എങ്ങനെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്? എന്താണ് അതിൻ്റെ ഒരു ആധികാരികത? ഈ പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ IT പാർക്കുകളിൽ മദ്യശാലകൾ വരുന്നു എന്നുള്ള തീരുമാനം അത് പുതിയ മദ്യനയത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതല്ല. കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതാണ് IT പാർക്കുകളിൽ മദ്യശാലകൾ കൊണ്ടുവരിക എന്നുള്ളത്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്നത് ഇപ്പോഴാണ് എന്നുള്ളതാണ്. ആ തീരുമാനം നേരത്തെ ഉണ്ടായതാണ്, കഴിഞ്ഞ മദ്യനയത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ബാറുകളുടെ പ്രവർത്തന സമയവുമായി ബന്ധപ്പെട്ട കാര്യം അത് നമ്മൾ പടച്ചുണ്ടാക്കുന്നതല്ല. അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചില ചർച്ചകളുടെ ഭാഗമായി ഉണ്ടാകുന്ന വാർത്തകളാണ്. അതിനകത്ത് മാധ്യമ ഗൂഢാലോചന ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാനും കഴിയില്ല. കാരണം
സെക്രട്ടറി ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. പുതിയ മദ്യനയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി തല ചർച്ചകൾ നടന്നിരുന്നു. ഈ എക്സൈസ് വകുപ്പ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടും എല്ലാം ചർച്ച നടന്നു. ചീഫ് സെക്രട്ടറി വി വേണുവാണ് അതിന് നേതൃത്വം നൽകിയത്. അതിൽ ഉയർന്ന പ്രധാനപ്പെട്ട കാര്യം ഡ്രൈഡേ ഒഴിവാക്കുകയാണെങ്കിൽ 15,000 കോടി രൂപയിലധികമുള്ള വരുമാനം അത് ആ ഒരൊറ്റ ദിവസം സംസ്ഥാന സർക്കാരിന് ലഭിക്കും. ഇപ്പോ ഡ്രൈഡേ ഉള്ളത് കൊണ്ട് 15,000 കോടി രൂപയിലധികം നഷ്ടമാകുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ കമ്പനികളിലും കേരളത്തിലേക്ക് വന്ന് പല എക്സിബിഷനും മറ്റും നടത്താൻ വേണ്ടി ഡ്രൈഡേ പ്രശ്നമാകുന്നുണ്ട് എന്ന സെക്രട്ടറി തല വിശദാംശങ്ങൾ അത് സെക്രട്ടറി തല ചർച്ചയിലെ വിശദാംശങ്ങളായിട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് തയ്യാറാക്കി ധനകാര്യമന്ത്രിക്കും അതുപോലെ തന്നെ എക്സൈസ് മന്ത്രിക്കും നൽകുന്നുണ്ട്. അതിനകത്ത് റിപ്പോർട്ട് നൽകിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം ജൂൺ മാസം 11-ാം തീയതിയും 12-ാം തീയതിയും വിവിധ ചർച്ചകൾ ഈ ബാർ ഉടമകളുമായി ബന്ധപ്പെട്ടും അബ്കാരി മേഖലയുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാർ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ സെക്രട്ടറി തല ചർച്ചയിൽ ഉള്ള തീരുമാനമാണ് ഡ്രൈഡേ ഒഴിവാക്കണം, അതുപോലെ തന്നെ ബാറുകളുടെ പ്രവർത്തന സമയവുമായി ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങൾ വരുത്തണം എന്നുള്ളത് സെക്രട്ടറി തല ഉദ്യോഗസ്ഥ തല ചർച്ചയിൽ ഉണ്ടായ തീരുമാനമാണ്. ഈ മദ്യ നയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് സംസ്ഥാന സർക്കാർ അടുത്ത മാസം മാത്രമാണ് കടക്കാൻ പോകുന്നത്. അതാണ് വസ്തുത. ശരി, സേഫ് ഈ വിവരങ്ങൾ പങ്കുവച്ചതിന്. ഷാജി, ഇവിടെ സർക്കാർ ഇങ്ങനെയൊരു ചർച്ചയെ നടത്തിയിട്ടില്ല. അത് ശരിയായിരിക്കാം, കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ 2 മാസം കഴിയുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഇത്തരം നയപരമായ തീരുമാനങ്ങളൊന്നും സർക്കാർ എടുക്കുകയുമില്ല. അതേസമയം ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരം ശുപാർശകളും ചർച്ചകളും നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി പറയുന്നത്. അപ്പോൾ സർക്കാർ ഇങ്ങനെയൊരു നയം തീരുമാനിക്കാതിരിക്കെ എങ്ങനെയാണ് ഈ പണപ്പിരിവ് നടന്നത് എന്ന് അന്വേഷിക്കുമെന്നാണ് എക്സൈസ് മന്ത്രി പറയുന്നത്, CPM സംസ്ഥാന സെക്രട്ടറിയും പറയുന്നത്. ആ വാദത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാനിപ്പോൾ സേഫ് പറഞ്ഞത് കേൾക്കുകയായിരുന്നു. ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ IT പാർക്കുകളിലൊക്കെ മദ്യം അനുവദിക്കാനുള്ളൊരു തീരുമാനം ഇപ്പോൾ വരുന്നതല്ല, അത് മുമ്പത്തെ മദ്യനയത്തിൻ്റെ ഭാഗമാണ്, നടപ്പാക്കപ്പെടാൻ താമസിച്ചു പോയതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1-ാം തീയതി ഡ്രൈഡേ എന്ന് പറയുന്ന സങ്കല്പം മാറ്റി നിർത്തുക, അത് ഇല്ലാതാക്കുക. അതുപോലെ തന്നെ മദ്യഷാപ്പുകൾക്ക് ബാറുകൾക്ക് കൂടുതൽ സമയം അനുവദിക്കുക. അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. കേരളത്തിൽ ഒരുപാട് ടൂറിസം വരുന്നുണ്ട്, അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് മദ്യം ആവശ്യമാണ്. അപ്പോൾ നിലവിലുള്ള സമയം പോരാ എന്ന് കേരളത്തിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട ആളുകൾ വളരെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് കേരളത്തിലെ ടൂറിസം ഓപ്പറേറ്റർമാർ പറയുന്ന ഒരു കാര്യമാണ്, 1-ാം തീയതിയിൽ ഡ്രൈഡേ കൊണ്ട് ഗുണമില്ല, അതുകൊണ്ട് കേരളത്തിലെ വിനോദസഞ്ചാര മേഖല തിരിച്ചടി നേരിടുന്നുണ്ട്. ഈ കാര്യങ്ങൾ സർക്കാർ ഒരുപാട് നാളുകളായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇപ്പോൾ ഇടതു മുന്നണിയോ അല്ലെങ്കിൽ മന്ത്രിസഭയോ ചേർന്ന് ഒരു പോളിസി ഡിസിഷൻ എടുക്കുന്നത് ഒരു ദിവസമാണെങ്കിൽ അതിന് എത്രയോ മുമ്പ് തന്നെ അതിൻ്റെതായ കൺസൾട്ടേഷൻസ് നടക്കും, സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകളുണ്ടാവും, ഉദ്യോഗസ്ഥർ അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കും. അങ്ങനെ ഒരു നയം എടുക്കുന്നതിലേക്ക് സഹായകമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ പല തലങ്ങളിൽ നടക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ നടന്നൊരു ചർച്ചകളുടെ ഫലമായിട്ടാകണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 6 മാസത്തിൻ്റെ ഇടയിൽ പലവട്ടം പല മുഖ്യധാരാ മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നിട്ടുണ്ട്. ഏതാണ്ട് സമാനമായ വാർത്തകളാണ്. ഇവിടെ നമുക്കറിയുന്നത് പോലെ ഇത് ആരും ഗൂഢാലോചന നടത്തിയിട്ടൊന്നുമല്ലല്ലോ. ഇനിയിപ്പോൾ മാധ്യമങ്ങൾ മദ്യമുതലാളിമാരുമായിട്ടോ ബാറുകാരുമായിട്ടോ ഗൂഢാലോചന നടത്തിയിട്ട് ഇവിടുത്തെ സർക്കാരിൻ്റെ നയം തിരുത്തിക്കാൻ എന്തെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കണം. അങ്ങനെ ഗൂഢാലോചന നടത്തിയ മാധ്യമപ്രവർത്തകർ ശിക്ഷിക്കുകയും വേണം. പക്ഷേ ഇവിടെ അതൊന്നുമല്ല കാര്യം. നമ്മൾ ഈ ബീറ്റിംഗ് അറൗണ്ട് ബുഷ് എന്ന് പറയുന്ന പോലെ ഈ 10 കൊല്ലം മുന്നേ ഒരു വലിയൊരു കേരളത്തെ പിടിച്ചു കൊലുക്കിയ മദ്യവുമായി ബന്ധപ്പെട്ട വലിയൊരു അഴിമതി ഉണ്ടായി. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കേട്ട ചർച്ചയിൽ മനസ്സിലാക്കുന്നത് പോലെ ഈ 10 കൊല്ലത്തിൽ എന്ത് നടപടി ഉണ്ടായി? അപ്പം അന്ന് കുറേ ആളുകളെ കള്ളന്മാരെന്ന് വിളിച്ചു, കുറേ കൊള്ളക്കാരെന്ന് വിളിച്ചു, കുറേ പേര് നോട്ടുണ്ടെന്നവരെന്ന് വിളിച്ചു. ആ ആളുകളുടെ പേരുകളൊക്കെ മറിച്ചും തിരിച്ചും പറയുന്നതല്ലാതെ ആ അന്വേഷണങ്ങൾ എവിടെ എത്തിയിട്ടില്ല. അത് എവിടെ എത്തിയെന്നും എങ്ങനെ എത്തിയെന്നും ഇവിടുത്തെ ജനങ്ങളോട് പറയേണ്ട ഒരു ബാധ്യത ഭരണത്തിലിരിക്കുന്ന ആളുകൾക്കുണ്ട്. അപ്പം അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ എവിടെ എത്താണ്ട് പോയി? അതിനകത്ത് ഒരു തരത്തിലുള്ള ഒരു പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നില്ല. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പിടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് ആളുകളെ പുറത്തു കൊണ്ടുവരും. ഈ പുറത്തു കൊണ്ടുവരും നമ്മളൊന്നും പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 8 വർഷമായി. അപ്പോൾ ഇപ്പോൾ ഈ രണ്ടാമത് ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ, രണ്ടാമതും ഒരു മദ്യവുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഈ ബാർ ഉടമകൾ എന്ന് പറഞ്ഞാൽ ചെറിയ മനുഷ്യന്മാരല്ല, നമ്മുടെ സാധാരണ മനുഷ്യരുടെ പ്രിവിലേജ് അല്ല അവർക്കുള്ളത്. അവർക്ക് ഭരണതലത്തിലും സർക്കാർ തലത്തിലും നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ അറിയാൻ ഒരുപാട് ചാനലുകളുണ്ട്, ഒരുപാട് രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ കിട്ടിയ ഒരു വാർത്തയുടെ അല്ലെങ്കിൽ കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാകണം അവർ തമ്മിൽ സംസാരിക്കുകയും അങ്ങനെ ഒരു പണപ്പിരിവ് നടത്താൻ അവരതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവുക. അല്ലാതെ പെട്ടെന്നൊരു ദിവസം ഏതെങ്കിലും ഒരാൾ ഒരു മനോരാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എവിടെ കിട്ടിയ ഒരു കിംവദന്തിയുടെ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പണപ്പിരിവിന് ഇറങ്ങിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്.
സാധാരണ നമ്മളൊരു കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ എവിടെന്നെങ്കിലും കേട്ടാൽ അതിൻ്റെ മുകളിൽ ഇറങ്ങി പണപ്പിരിവ് നടത്തുന്ന ആളുകളല്ല ബാർ ഉടമകൾ. കൃത്യമായിട്ടും 10 കൊല്ലം മുമ്പ് സമാനമായൊരു അവസ്ഥ ഉണ്ടാവുകയും അന്ന് ഒരുപാട് പേരെ കൈപൊള്ളുകയും ചെയ്തൊരു മേഖലയാണ് ബാർ ഉടമകളുടെ മേഖല. അപ്പം അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഒരു വിവരം അവർക്ക് കിട്ടി. അപ്പം അതിൻ്റെ മുകളിൽ അവർ പിരിവ് ആരംഭിച്ചു എന്ന് വേണം നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ കേട്ട ആ ശബ്ദ റെക്കോർഡിൽ നിന്ന് മനസ്സിലാകാൻ. അപ്പം അങ്ങനെ ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് നിജസ്ഥിതി, അതിലെന്താണ് സത്യാവസ്ഥ എന്നുള്ളത് പുറത്തു കൊണ്ടുവരണം. ഇതിനകത്ത് നമുക്ക് പോസിറ്റീവായ ഒരു കാര്യമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിയും വകുപ്പും അത് വളരെ കൃത്യമായിട്ട് ഇതിൽ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. അല്ല, അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, മന്ത്രി തന്നെ DGPയോട് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. പക്ഷേ ആ നടക്കുന്ന അന്വേഷണം വളരെ സമഗ്രമായും സത്യസന്ധമായും നടക്കുകയും അതിന് കൃത്യമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരികയും വേണം. അപ്പം ഇങ്ങനെയാണ് ഇവർ പിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പിരിക്കുന്ന ആളുകൾക്ക് ഇനി സർക്കാരിലേക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലേക്കൊന്നും ഈ പണം എത്തിക്കാതെ വേറെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് എന്താ പറയുക തിരിമറി നടത്താനുള്ള പദ്ധതിയാണെങ്കിൽ ആ ഗൂഢാലോചന പുറത്തു വരണമല്ലോ. അപ്പൊ ഈ ഒരിക്കലും ഒരു വിശുദ്ധന്മാരുടെ ഗണമൊന്നുമല്ല ബാർ മുതലാളിമാർ. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനത്തെ വളരെ താല്പര്യപ്പെടുത്ത് വളരെ ആസൂത്രിതമായി ഒരു പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അത് കേരള സമൂഹം ചർച്ച ചെയ്യണം. കേരളത്തെ ഭരണ സംവിധാനവും പോലീസും എക്സൈസും വകുപ്പും ഒക്കെ അത് അന്വേഷിക്കണം. അത് അന്വേഷണ കൃത്യമായ വിവരങ്ങൾ ജനങ്ങൾ അറിയേണ്ടതുമാണ്. ലിജീഷ്, ഒരൊറ്റ ചെറിയൊരു ഗൂഗിൾ സെർച്ചിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. 1-ാം തീയതി ഡ്രൈ ഡേ മാറ്റുന്നത് സർക്കാർ പരിഗണനയിൽ എന്നൊരു വാർത്ത 2023 മുതൽ എത്ര തവണ മാധ്യമങ്ങളിൽ, മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് എന്ന്. പക്ഷേ ഇന്നലെ ആ വാർത്ത ആവർത്തിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കതിൽ മാധ്യമ ഗൂഢാലോചന നടക്കുന്നത്. എങ്കിലും അതും അന്വേഷിക്കണം. മാധ്യമങ്ങളൊക്കെ ഗൂഢാലോചന നടത്തി ഇങ്ങനെ വാർത്ത എഴുതുകയാണെങ്കിൽ ഇത്രയും നാൾ ഈ വാർത്ത വന്നിട്ട് CPM-ഓ എക്സൈസ് മന്ത്രിയോ സർക്കാരോ ആ വാർത്ത നിഷേധിച്ചിട്ടില്ല, അത് പരിഗണിക്കുന്നുണ്ട് എന്ന് മന്ത്രി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇന്നലെ ആ വാർത്ത ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്കത് മാധ്യമ ഗൂഢാലോചനയാണോ? അല്ല, നിങ്ങൾ ഈ ബാർ മുതലാളിമാരെയൊക്കെ നല്ല വിശ്വാസത്തിലെടുക്കുകയും കേരളത്തിലെ മന്ത്രിമാരെയൊന്നും തീരെ വിശ്വാസത്തിലെടുക്കാത്ത രൂപത്തിലാണല്ലോ നിങ്ങളിപ്പോൾ എല്ലാവരും ചർച്ചയിൽ പറയുന്നത്. ഞാൻ പറയട്ടെ അല്ല, ബിജു രമേശ് ബാർ മുതലാളിയാണ്. അല്ല, ഞാൻ നിങ്ങൾ വിശ്വാസത്തിലെടുത്ത ബിജു രമേശ് ബാർ മുതലാളിയാണ്. അതെ, ഞാൻ പറയട്ടെ. ഇപ്പോൾ ഞാനത് പറഞ്ഞിരുന്നത് എന്താന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കേരളത്തിലെ LDF സർക്കാർ മദ്യനയം മാറ്റുന്നു, പൊളിച്ചെഴുതുന്നു, ഇതിനകത്ത് ഡ്രൈ ഡേ മാറ്റുന്നു, ഈ പറയുന്ന നേരത്തെ ഇവിടെ മാധ്യമപ്രവർത്തകർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം പറഞ്ഞ മദ്യനയത്തിലെ കാര്യങ്ങളെല്ലാം പുതിയത് വരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പറയുന്ന ടെലിഫോൺ കോളും അതിന്റെ വാർത്താ ചോരലും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞതിന് ശേഷം പറഞ്ഞോളൂ. ലിജീഷ്, നോർമലി ഞാൻ പറയാം, ഈ റിസോർട്ടുകളിലെ കള്ള് എത്താനുള്ള അനുമതി കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. പഴവർഗ്ഗങ്ങളിൽ നിന്ന് തദ്ദേശീയമായ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞ ബജറ്റിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് നടപ്പാക്കാത്തതാണ്. അത് വീണ്ടും പരിഗണിക്കുന്നു എന്ന് വാർത്ത കൊടുക്കുന്നത് എങ്ങനെയാണ് തെറ്റാവുക? അല്ലെങ്കിൽ നിഷേധിക്കണം. ഞങ്ങൾ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങൾ പലരും വാർത്തകൾ എന്ന് നിങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. അതെങ്ങനെയാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക? സർക്കാർ നിഷേധിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പരിഗണനയില്ല. 1-ാം തീയതി എന്താണ് ഡ്രൈ ഡേ ഒഴിവാക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയില്ല. ഇന്ന് പോലും MP രാജേഷ് പറഞ്ഞിട്ടില്ല. ഇല്ല, MP രാജേഷ് പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചർച്ചയെ നടത്തിയിട്ടില്ല എന്നാണ്, അങ്ങനെ ഒരു ആലോചനയെ തുടങ്ങിയിട്ടില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞല്ലോ. ആര് ചർച്ച ചെയ്തില്ലാന്ന്? മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തില്ലാന്ന്. മന്ത്രിസഭാ യോഗം മാത്രമല്ല, ഇതിന്റെ പ്രാഥമികമായ ചർച്ചകളിലേക്ക് പോലും കടന്നില്ല എന്ന് MP രാജേഷ് പറഞ്ഞിട്ടുണ്ട്. പ്രാഥമികമായ ചർച്ചകളിലേക്ക് പോലും കടന്നില്ല. ഉദ്യോഗസ്ഥതല കൺസൾട്ടേഷനും ചർച്ചയും നടക്കുന്നു എന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. അത് നിഷേധിക്കട്ടെ സർക്കാർ എന്ന? അല്ല, മന്ത്രി പറഞ്ഞല്ലോ. മന്ത്രി എന്താ പറഞ്ഞത്? അല്ല, മന്ത്രി പറഞ്ഞത് വളരെ കൃത്യമാണ്. നിങ്ങൾ അതിൽ ആശയക്കുഴപ്പമുണ്ടാകും. മന്ത്രി പറഞ്ഞത് മദ്യനവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ ഒരു ചർച്ചയിലേക്ക് ഈ സർക്കാർ കടന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ പറയും ഉദ്യോഗസ്ഥരത്തിലും ചീഫ് സെക്രട്ടറിയത്തിലും ചർച്ച നടന്നു? ഞാൻ പറഞ്ഞ അതാ പറഞ്ഞത്. നിങ്ങൾ വാർത്തകൾ ചമയ്ക്കുക, നിങ്ങൾ അതിന്റെ പിറകിൽ നടക്കുക, എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. MP രാജേഷ് പറഞ്ഞില്ലേ, ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ മന്ത്രി പറഞ്ഞു ഒരു ചർച്ചയും പ്രാഥമികമായി നടന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയാ കുറച്ച് ചർച്ച നടന്നു എന്ന് പറയാ. അത് മാത്രല്ല, ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ? അങ്ങനെ മന്ത്രി റിപ്പോർട്ട് ഞങ്ങൾക്ക് വിശ്വാസം, ഞങ്ങൾ റിപ്പോർട്ടറെയാണ്, അങ്ങനെ ചർച്ച നടന്നു എന്നാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതെ, നിങ്ങളെ വിശ്വാസം നിങ്ങളെ റിപ്പോർട്ടറെയാണ്. അത് വെച്ചിട്ട് കേരളത്തിലെ ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കാന്നുള്ളതാണ് നിങ്ങൾ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, കേരളത്തിലെ വ്യവസായികളെ രക്ഷപ്പെട്ട് കളയാം. അതാണ് നിങ്ങളുടെ ലൈൻ. മാധ്യമങ്ങളുടെ തലയിലേക്ക് വെക്കാം, അങ്ങനെ രക്ഷപ്പെട്ട് കളയാം. അല്ല, അങ്ങനെയല്ല. അതിനെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ എന്താണ്,
കേരളത്തിനകത്ത് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി രാവിലെ പത്രസമ്മേളനം നടത്തി പറയുകയാണ് പ്രാഥമികമായ ചർച്ചയിലേക്ക് പോലും ഇതിൽ കടന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ പറയുകയാണ് കുറേ ചർച്ചകൾ നടന്നിട്ടുണ്ട്, അപ്പുറത്ത് നടന്നു ഇപ്പുറത്ത് നടന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? മന്ത്രി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിന്റെ മുകളിൽ പറയാണ് പിന്നെ അതിന് പറയിൽ ചർച്ച നടന്നു പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക്? അത് മാത്രമല്ല, കേരളത്തിനകത്തെ ഈ പറയുന്ന മദ്യവ്യവസായികളുമായും ബാറുടമകളുമായും യുഡിഎഫുകാർക്കാണ്. യുഡിഎഫിന്റെ ഭരണകാലത്തും LDFന്റെ ഭരണകാലത്തും നിങ്ങൾ നോക്ക്, ബാറുടമകളുമായി ബന്ധപ്പെട്ട് ബാറുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ എടുത്ത് പരിശോധിച്ചാൽ ഇത് മനസ്സിലാവും. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട്. നിങ്ങൾ നോക്ക്, ലൈസൻസ് ഫീസിനകത്ത് വർധന വരുത്തി ആരാണ്? ഈ പറയുന്ന ക്രമക്കേട് കണ്ടാൽ അതിനകത്ത് ഫൈൻ ചുമത്തുന്ന സംവിധാനം കൊണ്ടുവന്ന ആരാണ്? സസ്പെൻഡ് ചെയ്യുന്ന നിയമം കൊണ്ടുവന്നത് ആരാണ്? ആറുടമകൾക്കെതിരെ കേസെടുത്തത് ആരാണ്? യുഡിഎഫുകാരെ 5 വർഷം കൊണ്ട് 1 ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസിനത്തിൽ വർദ്ധിപ്പിച്ച അജിംസെ. ഞങ്ങൾ എത്രയാ വർദ്ധിപ്പിച്ചത്? നിങ്ങൾ നോക്ക്, 8 വർഷം കൊണ്ട് 12 ലക്ഷമാണ് വർദ്ധിപ്പിച്ചത്. ഞാൻ ചോദ്യം, മന്ത്രി ആവശ്യപ്പെടുന്ന അന്വേഷണം ഏതാണ്? അപ്പോൾ ഗൂഢാലോചന മാത്രമാണോ? മന്ത്രിയാണ് സമഗ്ര അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ സമഗ്ര അന്വേഷണം പറഞ്ഞാൽ അതിൽ മന്ത്രി മന്ത്രി തന്നെ നേരിട്ട് പരാതി കൊടുത്തു, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ. സമഗ്ര അന്വേഷണം എന്ന് പറഞ്ഞാൽ അതിൽ മന്ത്രിയും ഉൾപ്പെടും. സമഗ്ര അന്വേഷണം നടക്കട്ടെ എന്ന് നിങ്ങൾ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പരിസരത്ത് നിന്ന് ഒരു ആരോപണം വെച്ചിട്ട് പിന്നെ അവസാനം മന്ത്രിയും കൂടി അതിനകത്ത് പെടുത്തി അന്വേഷണം നടത്തി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് നടക്കുന്ന കാര്യമാണോ? എന്റെ ചോദ്യം, സമഗ്ര അന്വേഷണത്തിൽ മന്ത്രിയും ഉൾപ്പെടുമെങ്കിൽ ആ അന്വേഷണം നടക്കുമ്പോൾ മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പറ്റുമോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതിൽ നിന്ന് വഴിതിരിച്ചു വിടുകയാണ്. ഞാൻ പറഞ്ഞു, നേരത്തെ മന്ത്രി പറഞ്ഞു ഞങ്ങൾ ഇതാ അപേക്ഷ കൊടുത്തിരിക്കുന്നു DGPക്ക്, അന്വേഷണം നടക്കണം, അന്വേഷണം നടക്കട്ടെ. അന്വേഷണം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഈ പറയുന്ന കേരളത്തിനകത്ത് മന്ത്രിമാർക്കെതിരെയൊക്കെ അന്വേഷണം നടക്കുക എന്നുള്ളതാണോ? ഈ പറയുന്ന ഈ പരിസരം ഉണ്ടാക്കുകയും ചെയ്തിട്ട് അവസാനം ടെലിഫോൺ കോളും വന്നിട്ട് മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് അന്വേഷണം നടക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഈ പറയുന്ന കെ ബാബു ഉൾപ്പെടെ പണം നേരിട്ട് വാങ്ങി എന്ന് പറഞ്ഞു വന്നിട്ട് അവസാനം ഹൈക്കോടതി പരാമർശം വന്നു. കേമാണിയല്ല, കെ ബാബു. അതിന്റെ ഭാഗമായിട്ടാണ് രാജിവെക്കേണ്ടി വന്നു. കെ എം മാണി തന്നെ പറഞ്ഞെന്താണെന്നറിയോ? ഈ പറയുന്ന കേരള കോൺഗ്രസ്സുകാർ പറഞ്ഞത് അത് കോൺഗ്രസ് നടത്തിയ ഗൂഢാലോചനയാണ്. അവരുടെ അന്വേഷണ റിപ്പോർട്ടുണ്ട്, അവരുടെ പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ടുണ്ട്. അന്നത്തെ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ കോൺഗ്രസും അതുപോലെ UDFന്റെ ആളുകളെല്ലാം നടത്തിയ ഗൂഢാലോചനയാണെന്നാണ്. അതിനകത്ത് മാണിയപ്പെടുത്തിയെന്നാണ് ഈ പറയുന്ന മാണി കോൺഗ്രസിന്റെ ആരോപണം. അവർ ഇന്റർണൽ അന്വേഷണം നടത്തി പറഞ്ഞു. ഒരു അന്വേഷണം നടക്കുമ്പോൾ മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞിട്ടാണ് അദ്ദേഹം രാജിവെച്ചത്. നിങ്ങളുടെ ആവശ്യമായിരുന്നു അദ്ദേഹത്തിന്റെ രാജി. ഈ ആക്ഷേപം ഒരേ താലത്തിലിടുന്ന നിങ്ങളെ പ്രശ്നം. ഓക്കെ, അതും ആരോപണമായിരുന്നു, ഇതും ആരോപണം. അതെ, ഇതും അതും ഒരേ ആരോപണമായി. ഇതാ നിങ്ങൾ എഴുതി കാണിക്കുന്ന മദ്യനയം 2 എഴുതി കാണിക്കുന്ന ഈ പറയുന്ന കോഴ വിവാദം 2 എഴുതി കാണിക്കുന്നു നിങ്ങൾ. അതും ഇതും ഒരേപോലെ ആക്കിയാണ് നിങ്ങൾ. അതിനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ട് വരുന്നത്. ആരോപണവും അജിംസ് ആരോപണവും ഈ ആരോപണവും ഒരേയാണെന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് അരിയാരം കഴിക്കുന്ന ആളുകളല്ലേ? അതൊരു ആരോപണം മാത്രമാണ്, കേസന്വേഷണമാണ്. ഒരു തെളിവ് നിങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല, പ്രതികളെ പിടിച്ചിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. തുടരന്വേഷണം നടക്കുകയാണ് അജിംസ്. മരണപ്പെട്ടു മാത്രം കെ എം മാണി ഒഴിവായി പോയി, മരണപ്പെട്ടു എന്നുള്ളത്. ബാക്കി കെ ബാബുവിനും അതുപോലെ പ്രഗത്ഭർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിന് സമയപരിധി നിശ്ചയിക്കേണ്ട. അവർ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും. ആരും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ശരി, ശ്രീ ജിൻഡോ, നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല UDF കാലത്തെ ബാർക്കോഴക്കാർ എന്നാണ് പറയുന്നത്. മറുപടി. അല്ല അജിംസേ, ഒന്നാമത്തെ കാര്യം, ഈ CPMന്റെ മദ്യനയം എന്താണെന്ന് ഈ പ്രതിനിധിക്ക് ഒന്ന് പറയാൻ പറ്റിയായിരുന്നു കുറച്ചുകൂടി നന്നായിരുന്നു. KPSC ലളിതയും ഇന്നസെന്റും ഒക്കെ അവസാന കാലം വരെ LDFനോടൊപ്പം നിന്ന ആളുകളാണ്. അവരുടെ പോലും വാക്കുകളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് നിങ്ങളുടെ മദ്യനയം നിങ്ങൾ ഈ നാളെ ഇതുവരെ നടപ്പാക്കിയിട്ടുള്ളത് കഴിഞ്ഞ 8 വർഷക്കാലത്തിനുള്ളിൽ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, നിങ്ങളുടെ LDFന്റെ ജില്ലാ കൺവീനറായിട്ടുള്ള ശിവരാമൻ, CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശിവരാമൻ ഇടുക്കിയിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം വേണമെന്ന്. സമഗ്ര അന്വേഷണം എന്ന് പറഞ്ഞാൽ അതിൽ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷണത്തിന് വിധേയമാക്കപ്പെടുന്നതുകൊണ്ട് ആ സ്ഥാനത്തിരിക്കാൻ മന്ത്രി, അന്വേഷണം നടക്കുന്ന അത്രയും കാലം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ബോധ്യം. കാരണം മന്ത്രി അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുമ്പോൾ അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങൾ വന്നാൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് സാമാന്യ യുക്തിക്ക് ആർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ പണ്ട് നിങ്ങൾ കെ എം മാണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭ തല്ലിപ്പൊളിച്ചത് അല്ലേ? കെ എം മാണി മരണപ്പെട്ടത് കൊണ്ടാണ് കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതെന്ന് താങ്കൾ ഇപ്പോൾ പറയുന്നത്. അതിന്റെ അർത്ഥം കോഴമാണി എന്നുള്ള നിങ്ങളുടെ പഴയ ആരോപണത്തിൽ LDFന്റെ പ്രതിനിധിയായിട്ടുള്ള ലിജി
ലിജീഷ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി പറയാം. ഒന്നാമത്തത്. രണ്ടാമത്തത് എനിക്ക് പറയാനുള്ളത്, ഇത് ബാർ മുതലാളിമാർ പണമൊഴുക്കി പിടിച്ചെടുത്ത സർക്കാരാണ് പിണറായി സർക്കാർ. അതുകൊണ്ട് തന്നെ ഈ ബാർ മുതലാളിമാർക്ക് ഈ സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പിന്തുണച്ചു കൊണ്ടുപോകേണ്ടത് അവരുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായതുകൊണ്ട് അവർ ഇനിയും പണം പിരിക്കും, അവർ ഇനിയും പിണറായി സർക്കാരിന് അത് കൊടുക്കും, ഇവർ ഇതിന് ഇനിയും വാങ്ങും, എന്നിട്ട് ഇവർ വാങ്ങിയില്ലെന്ന് കള്ളവും പറയും. ഇവിടെ ടൂറിസം മേഖലയെ നിങ്ങൾ ഈ പറയുന്ന ബാർ ഉടമകളെയും അതുപോലെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും തരത്തിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ നടപ്പിലാക്കിയോ? വെറുതെ ഇവിടെ വന്നിട്ട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ലൈസൻസ് ഫീസ് നിങ്ങൾ 5 കൊല്ലം ഉണ്ടായിട്ട് 1 ലക്ഷം രൂപയാണ് നിങ്ങൾ വർദ്ധിപ്പിച്ചത്. ഞങ്ങൾ 12 ലക്ഷം രൂപ വർദ്ധിപ്പിച്ചു. 30 പേർക്കെതിരെ കേസെടുത്തു. ഈ പറയുന്ന ക്രമക്കേട് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്കെതിരായിട്ട് കർശനമായ നിലപാട് സ്വീകരിച്ചു. നിലപാട് സ്വീകരിച്ചത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. താങ്കൾ ഇടപെടല്ലേ? താങ്കളുടെ സമയത്ത് താങ്കൾ പറഞ്ഞപ്പോൾ ഒരക്ഷരം പോലും ഇടപെടാതെ ഞാൻ അത് മുഴുവൻ കേട്ടിരുന്നു. അതാണ് എന്റെ ജനാധിപത്യ ബോധം. ആ ജനാധിപത്യ ബോധം പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അങ്ങനെ പറഞ്ഞു പോകല്ലേ ലിജീഷേ, അങ്ങനെ വെറുതെ പറഞ്ഞു പോകല്ലേ, കാടടച്ച് പറഞ്ഞു പോകല്ലേ. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഒന്നാമത്തത്, നിങ്ങൾ ഡ്രൈ ഡേ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നത് ടൂറിസം മേഖലയെ വികസിപ്പിക്കാൻ വേണ്ടിയാണെന്ന്. നല്ലൊരു വഴിയില്ല ടൂറിസം മേഖലയിലേക്ക്, നല്ലൊരു കംഫർട്ട് സ്റ്റേഷൻ ഇല്ല, നല്ല താമസ സൗകര്യമില്ല. ഇവിടെ എന്താണ് ടൂറിസം മേഖലയിൽ ഈ മരുമോൻ മന്ത്രി നടപ്പാക്കുന്നത്? ഒന്നും നടപ്പാക്കുന്നില്ല. ഡ്രൈ ഡേ പിൻവലിച്ചു 1-ാം തീയതി മദ്യം കൊടുത്താൽ ടൂറിസം മേഖലയാകെ ലോകോത്തരമായിട്ട് വളരുമെന്നാണ് താങ്കൾ പറയുന്നത്. എന്ത് രാഷ്ട്രീയ ബോധം, എന്ത് പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സംസാരിക്കുന്നത്? ഒന്നാമത്. രണ്ടാമത്, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ബാർ മുതലാളിമാരെയാണ് വിശ്വാസം. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. താങ്കൾ വിഷമിക്കില്ലേ? ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഈ ചർച്ച അലമ്പാക്കുന്ന സ്ഥിരം പരിപാടി LDF പ്രതിനിധികൾക്കുള്ളതാണ്. അത് ഇവിടെ നടപ്പാക്കില്ല. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. എന്നെ പറയാൻ അനുവദിക്കൂ. ഈ ബാർ മുതലാളിമാരെയാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത്. താങ്കൾ വിശ്വാസമില്ല. ഞങ്ങൾ ഒരു ബാർ മുതലാളിമാരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ ബാർ മുതലാളിമാരുടെ രഹസ്യ സന്ദേശം പുറത്തു വന്ന മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ബാർ മുതലാളിമാരെ വിശ്വാസത്തിലുണ്ടായിരുന്നത് പഴയ LDF അതല്ല ഒരു സമഗ്ര അന്വേഷണമാണോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. വളരെ നന്ദി ശ്രീ ലിജീഷ്, ശ്രീ ജിൻഡോ, ശ്രീ കെ ഷാജി ഇത്രയും സംസാരിച്ചത്.